കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ജൂനിയർ ഡോക്ടർമാർ നടത്തിവന്ന സമരം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെയും ജനങ്ങളുടെയും അപേക്ഷ പരിഗണിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അഖിലശ്രീ നൽകും നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ. അഖില, യുവ ഡോക്ടർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടങ്ങിയ സമരമാണ്. പിന്നീട് പലതവണ ചർച്ചകൾ നടത്തി, അതൊക്കെ പരാജയപ്പെടുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് ജൂനിയർ ഡോക്ടർമാർ. എന്നാൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അവർ നൽകുന്നുണ്ട്. തീർച്ചയായും വിനീത, ഇന്ന് രാത്രി 8:30-ക്കുള്ളിൽ തങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന 10 നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആർജികർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയുടെ ബലാത്സംഗ കൊലയ്ക്ക് ശേഷമാണ് സുരക്ഷ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ബംഗാളിലെ ജൂനിയർ ഡോക്ടർമാർ സമരം ആരംഭിച്ചത്. ആശുപത്രികളിലുടനീളം CCTV ക്യാമറ സ്ഥാപിക്കുക, അതുപോലെ തന്നെ സ്ഥിരം വനിതാ പോലീസ് ഉദ്യോഗസ്ഥ സുരക്ഷയ്ക്കായി ചുമതലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡോക്ടർമാർ 52 ദിവസത്തിലധികമായി ആദ്യ സമയത്ത് സമരം നടത്തിയിരുന്നത്. എന്നാൽ 52 ദിവസത്തെ സമരത്തിന് ശേഷം സർക്കാരുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ഭാഗികമായി സമരം അവസാനിപ്പിച്ച് ഡോക്ടർമാർ മുഴുവൻ സമയവും ഡ്യൂട്ടിയിൽ പുനഃപ്രവേശിച്ചിരുന്നു. എന്നാൽ വീണ്ടും സർക്കാർ തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം സമരം തുടങ്ങിയത്. എന്നാൽ ബംഗാളിൽ ദുർഗാപൂജ വളരെ വിശേഷപ്പെട്ട ചടങ്ങായി നടക്കുകയാണ്. അപ്പോൾ ദുർഗാപൂജയും അതുപോലെ തന്നെ ബംഗാളിലെ ചില ഭാഗങ്ങളിൽ പ്രളയവും ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെയും ഡോക്ടർമാരുടെയും ജനങ്ങളുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ ഇന്നലെ വൈകുന്നേരം മുതൽ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. പക്ഷേ തങ്ങളുടെ ആവശ്യങ്ങൾ, ഏതാണ്ട് 10ഓളം ആവശ്യങ്ങൾ, ആരോഗ്യ സെക്രട്ടറിയെ മാറ്റണമെന്നടക്കമുള്ള 10ഓളം ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ പൂർണ്ണമായുമുള്ള ജോലിയിൽ പ്രവേശിക്കുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് നിരാഹാര സമരം നടത്തുമെന്നാണ് ഡോക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 8:30 വരെയാണ് മമതാ സർക്കാരിന് ഡോക്ടർമാർ സമയം നൽകിയിരിക്കുന്നത്. വിനീത.